പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് മോളി സെബാസ്റ്റ്യൻ. ഞാൻ പാലക്കാട് രൂപത കയറാടി മദർ തെരേസ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2023 ഫെബ്രുവരി മാസത്തിലാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഇത് 10ാമത്തെ പുതുക്കലിലാണ്. എനിക്ക് 3 കുട്ടികളാണ്. ആ 3 കുട്ടികളും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഇന്ന് ഉടമ്പടിയിൽ ജീവിക്കുകയും ചെയ്യുന്നു. ഞാനിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് അമ്മയുടെ തിരുമുമ്പിൽ വന്ന് സാക്ഷ്യം പറയാനായിട്ട് നിൽക്കുന്നത്. മനുഷ്യനാൽ അസാധ്യമായ ഒരു വലിയ കാര്യസാധ്യതനായാണ് എന്നെ അമ്മയുടെ തിരുനടയിൽ എത്തിച്ചത്. പക്ഷേ അമ്മ എന്നോട് പറയുന്നു, സമയമായില്ല എന്ന് അമ്മയുടെ മകൻ പറയുന്നുവെന്ന്. ഞാൻ പ്രത്യാശയോടെ ആ കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. അതിനുള്ളിൽ എനിക്ക് അനേകം അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ വഴി എൻ്റെ കുടുംബത്തിൽ എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഹസ്ബൻഡില്ല. എൻ്റെ ഈ മോൻ ക്രിസ്റ്റോ, അവൻ 5 വയസ്സുള്ളപ്പോൾ അവൻ്റെ പപ്പ മരിച്ചു പോയതാണ്. കുട്ടികൾ ഈശോയോട് ചേർത്ത് വളർത്തിക്കൊണ്ട് വരുവാൻ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എന്നെ ഒത്തിരിയധികം സഹായിക്കുന്നു. ഇന്നിപ്പോൾ ഈ അവസരത്തിൽ എൻ്റെ മോനോടൊപ്പം ഞാനിവിടെ ആയിരിക്കുന്നത്. മോൻ ഡിഗ്രി 2 വർഷം ആയ സമയം വരെ വളരെ മനോഹരമായിട്ട് പഠിക്കുന്നു. പഠനത്തിൽ ഉഴപ്പില്ല. കോളേജിൽ എല്ലാ കാര്യങ്ങളിലും നിൽക്കുന്നു. അതിനോടൊപ്പം തന്നെ അവൻ ഉപരിപഠനത്തിനായി UK, കാനഡ, യൂറോപ്യൻ രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാ പേപ്പർ വർക്കുകളും നടത്തുന്നു. എല്ലാ കാര്യങ്ങളും മനോഹരമായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴെപ്പോഴും അവൻ പറയും, മമ്മി, ഞാൻ എൻ്റെ ഡിഗ്രി പഠനം കഴിഞ്ഞ ഉടൻ തന്നെ സെപ്റ്റംബർ ഇൻടേക്കിൽ എനിക്ക് കാനഡയ്ക്ക് പോകണം, UK പോകണം. ഞാനിതെല്ലാം മനസ്സിൽ കരുതും. അപ്പോഴെല്ലാം ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പറയും, കാരണം ഞാനും എൻ്റെ ഈ മോനും തനിച്ചാണ് വീട്ടിൽ താമസിക്കുന്നത്. എൻ്റെ അമ്മയോട് ഞാൻ പറയും, അമ്മേ, ഈശോയും അമ്മയും എൻ്റെ മോൻ്റെ കൂടെ പോകുമെങ്കിൽ മാത്രം എൻ്റെ മോൻ അതിനുള്ള വഴിയൊരുക്കാവുള്ളൂ. അല്ലെങ്കിൽ അവനെ പോകുവാനായിട്ട് നീ അനുവദിക്കരുത് എന്ന് മാത്രമായിരിക്കും എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത്. സന്ധ്യാസമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്തും ഈ ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ച് ഞങ്ങൾ എല്ലാ ദിവസവും ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 6ാമത്തെ സെമസ്റ്റർ എക്സാം ആയപ്പോഴേക്കും എൻ്റെ മോന് കോളേജിലെ ചില പ്രതിസന്ധികൾ, അവനറിയാത്ത ചില കാര്യങ്ങൾ, അറ്റൻഡൻസിൻ്റെ കാര്യം പറഞ്ഞ് അവൻ എക്സാം എഴുതാൻ സാധിക്കില്ല എന്നുള്ള ഒരു റിപ്പോർട്ടുണ്ടായി. ഈ സമയത്ത് വളരെ മനോവേദനയോടുകൂടി എന്നെ കൊച്ചു വിളിക്കുന്നു. ഈശോയുടെ മുമ്പിൽ, പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഞാൻ മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു. കണ്ടോണേഷൻ ഫീസ് അടച്ചു, എക്സാം എഴുതി. പരിശുദ്ധ അമ്മയുടെ രൂപവും ഉപ്പും ഉപയോഗിച്ച് ആൻസർ പേപ്പറിലും ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ് അവൻ പരീക്ഷ എഴുതിയത്. റിസൾട്ട് വന്നു. അവൻ്റെ റിസൾട്ട് തടഞ്ഞു വെച്ചു. അവിടെയും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു. കൊച്ചു പോകുവാനായിട്ടുള്ള പേപ്പർ വർക്കുകളെല്ലാം കഴിഞ്ഞിരിക്കെ അവൻ്റെ റിസൾട്ട് തടഞ്ഞു വെച്ചപ്പോഴുണ്ടായ വേദന, പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ ഈശോയുടെ അമ്മയുടെ മകൻ അനുഭവിച്ച അതേ വേദന എനിക്കും അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ, അതിനുള്ള ശക്തി എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. മോൻ ആ സമയത്ത് അവന് ഉടമ്പടിയിലായിരുന്നു. അവന് ശക്തമായി പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, യൂണിവേഴ്സിറ്റിയായിട്ട് അവൻ തന്നെ ബന്ധപ്പെട്ടു. കോളേജിൽ ആർക്കും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുമ്പ് 1 മാസത്തിനുള്ളിൽ തന്നെ അവൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വീട്ടിലെത്തിച്ചു തന്നു എന്നുള്ളത് അമ്മയുടെ ഒരു വലിയ അനുഗ്രഹ സാക്ഷ്യമാണ്. അങ്ങനെ സർട്ടിഫിക്കറ്റ് ലഭിച്ചു. പിന്നീട് സെപ്റ്റംബർ ഇൻടേക്ക് യൂറോപ്പിലേക്ക് പോകുക എന്നുള്ള ലക്ഷ്യവുമായി, ഉപരിപഠനത്തിന് MBA പഠിക്കുന്നതിന് വേണ്ടി പോകുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് നീങ്ങി. പെട്ടെന്ന് എല്ലാ ബാങ്കുകളും ലോൺ തരാമെന്നിരുന്ന് പറഞ്ഞ ബാങ്കുകൾ പെട്ടെന്ന് പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലം കൂട്ടാധാരമായതുകൊണ്ട് ലോണിന് അർഹതയില്ല എന്ന്. എന്ത് പറയണമെന്നറിയില്ല. ആകെ വിഷമിച്ചു. പക്ഷേ അപ്പോഴൊന്നും എനിക്ക് വലിയതായ ഒരു സങ്കടമൊന്നും തോന്നിയില്ല. പക്ഷെ മോന് വളരെ വലിയ സങ്കടമായി. അവൻ ആരോടും അധികം മിണ്ടാട്ടമില്ല. ഞാൻ എൻ്റെ മോളെയൊക്കെ വിളിച്ച് പറയും, ക്രിസ്റ്റോയ്ക്ക് സങ്കടമാണ്, ക്രിസ്റ്റോ ആരോടും ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ ഞാൻ ഒരിക്കൽ പോലും ബാങ്കിൽ ഇതിനു വേണ്ടി പോയില്ല. എനിക്കൊരു പ്രത്യാശയുണ്ടായിരുന്നു. എൻ്റെ അമ്മ മാതാവിനോട് ഞാൻ ഒന്നായിരുന്നു പറഞ്ഞത്,
എൻ്റെ അമ്മയും ഈശോയ്ക്കും ഇഷ്ടമാണെങ്കിൽ മാത്രമേ എൻ്റെ കൊച്ചിനെ യൂറോപ്യൻ രാജ്യത്ത് പഠിക്കുവാനായിട്ട് കൊണ്ടുപോകാവുള്ളൂ എന്ന്. അപ്പോൾ എനിക്കറിയാം എൻ്റെ അമ്മ എന്തെങ്കിലും ചെയ്യുമെന്ന്. ഞാൻ പ്രത്യാശയോടെ പ്രാർത്ഥിച്ചു. 2023 ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയ മണൽ എൻ്റെ വീട്ടിലുണ്ട്. ഞാനത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എൻ്റെ മുറ്റത്തുനിന്ന് വാരിയ കുറേ മെറ്റലുകൾ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയ തിരുസ്വരൂപത്തിൻ്റെ മുമ്പിൽ വിതറി. ഇവിടുത്തെ മണലും കൂടെ മിക്സ് ചെയ്ത് ആ മണലിൻ്റെ മുമ്പിൽ മെറ്റലിന്മേൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു, അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ മോനെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള വഴി കാണിച്ചു തരണം. ലോണിൻ്റെ കാര്യത്തിന് എന്തെങ്കിലും തീരുമാനമാകണം. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഒന്നായി ചേർന്ന് ഒന്ന് ഒപ്പിട്ട് തന്ന് ഈ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ഒന്നും നടന്നില്ല. എൻ്റെ ആ പ്രാർത്ഥന വിഫലമായി എന്ന് ഞാൻ കരുതട്ടെ. പക്ഷെ ഞാൻ പ്രത്യാശയോടെ അമ്മയോട് പ്രാർത്ഥിച്ച് സങ്കടമൊന്നും വന്നില്ല. പക്ഷെ അവന് സങ്കടമുണ്ട്. ദിവസങ്ങളേ ഉള്ളൂ. വിസയ്ക്ക് വെക്കേണ്ട പേപ്പർ വർക്കുകൾ ബാക്കി ചെയ്യേണ്ട സമയമായി. ദിവസങ്ങൾ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് എൻ്റെ ഒരു ചേച്ചി എന്നെ വിളിച്ചു, മോളി, എൻ്റെ പിള്ളേരെ നീ ഒന്ന് വിളിച്ചേ, അവർ നിനക്ക് എന്തെങ്കിലും ചെയ്തു തരാതിരിക്കില്ല എന്ന്. പക്ഷെ ഞാൻ വിളിച്ചില്ല. മോൻ തന്നെ വിളിച്ചു. ആ കുട്ടികൾ ഇവൻ്റെ ഫോൺ കോളിൽ ചെന്നപ്പോഴേ ചോദിച്ചു, ക്രിസ്റ്റോ, നിനക്ക് എത്ര രൂപയാണ് പോകാൻ വേണ്ടതെന്ന്. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പരിശുദ്ധ അമ്മയാണ് എൻ്റെ ചേച്ചിയുടെ രൂപത്തിൽ എന്നോട് ഇത് ആവശ്യപ്പെട്ടതെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. എൻ്റെ അമ്മയുടെ മുമ്പിൽ നിന്ന് ഞാൻ പറയുകയാണ്, ഒരു 25 ലക്ഷം രൂപ വേണ്ടത് 1 രൂപ പോലും എനിക്ക് പലിശയ്ക്കെടുക്കാതെ എൻ്റെ വീട്ടിൽ എൻ്റെ കൊച്ചിന് പോകുവാനുള്ളതായ എല്ലാ കാര്യങ്ങളും, യൂണിവേഴ്സിറ്റി അടയ്ക്കാനുള്ളത്, ഡെപ്പോസിറ്റ് കാണിക്കാനുള്ളത് എന്ന് വേണ്ട, കൊണ്ടുപോകാനുള്ള പെട്ടി സാധനങ്ങൾ മേടിക്കുവാനുള്ള പൈസ വരെ ഞാൻ അറിയാതെ എൻ്റെ വീട്ടിലെത്തി. വലിയൊരു അനുഗ്രഹം, പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം അല്ലാണ്ട് ഒന്നുമല്ല എന്നെനിക്കറിയാം. പിന്നെ വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴും, പരിശുദ്ധ വിസയ്ക്ക് വേണ്ടിയിട്ട് VFSൽ ചെന്നപ്പോഴും പരിശുദ്ധ അമ്മയുടെ തൈലവും ഉപ്പും പാസ്പോർട്ടിൽ പൂച്ചിക്കൊണ്ട് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മോൻ ഓഫീസിലേക്ക് കയറി പോകുമ്പോൾ ഞാൻ പുറത്തിരുന്നു കൊണ്ട് പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എൻ്റെ അമ്മ സഞ്ചാരി മാതാവാണ്, അമ്മയ്ക്കെല്ലാം സാധിക്കും, അമ്മ വേണം എൻ്റെ മോൻ്റെ പാസ്പോർട്ട് അയച്ചു കൊടുക്കാനെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് പോയ പോലെ തന്നെ കൊച്ചു തിരിച്ചു വന്ന് പറഞ്ഞു, അമ്മ എല്ലാം ശരിയായി. വിസയ്ക്ക് കാത്തിരുന്നു. 15 ദിവസം വേണ്ടി വരുമെന്ന് പറഞ്ഞു. 15 ദിവസത്തിന് വേണ്ടിയിട്ട് വന്നപ്പോഴേക്കും ഞങ്ങൾ പോകാനുള്ള സാധനങ്ങളെല്ലാം വാങ്ങി. വിസ തള്ളുവോ ഒന്നും കണക്കാക്കിയില്ല. എനിക്കറിയാം എൻ്റെ അമ്മ മാതാവിനോട് ചോദിച്ചിട്ടാണ് ഞാൻ എൻ്റെ മോനെ പോകാൻ ഒരുക്കുന്നതെന്നുള്ളത്. ഞാൻ അവന് പോകാനുള്ളതായ എല്ലാ സാധനങ്ങളും, മുളകും മല്ലി വരെ പൊടിച്ച് എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി അവൻ്റെ ഭക്ഷണ സാധനം വരെ ഒരുക്കി വെച്ച് ക്ഷമയോടെ കാത്തിരുന്നു. മിനിങ്ങാന്ന് 11 മണിയായപ്പം കൊച്ചു പറഞ്ഞു, മമ്മി എനിക്ക് വിസ വന്നു. പെട്ടെന്ന് ടിക്കറ്റിന് വയ്ക്കണം. ഇന്നലെ രാത്രി തന്നെ കൊച്ചിന് ടിക്കറ്റ് വെച്ചു. രാത്രി തന്നെ അവന് ടിക്കറ്റ് വന്നു. 25-ാം തീയതി രാവിലെ 7 മണിക്ക് അവൻ യൂറോപ്പിലേക്ക് MBA പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു തടസ്സങ്ങളും ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ പരിശുദ്ധ അമ്മ ഞങ്ങളെ നയിച്ചു കൊണ്ടിരിക്കുന്നു. ഇക്കാര്യം ഒരു നന്ദി പറയാൻ എൻ്റെ മോന് വേണ്ടി മൈക്ക് കൊടുക്കുകയാണ്. എൻ്റെ പേര് ക്രിസ്റ്റോ. മമ്മി പറഞ്ഞ പോലെ എൻ്റെ ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യത്തിൽ ഒരുപാട് തടസ്സങ്ങളായിരുന്നു. ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യത്തിനാണെങ്കിലും ഒരുപാട് ബാങ്കിൻ്റെ റിജക്ഷനും, മൊത്തത്തിൽ 8 ബാങ്കുകൾ എന്നെ ലോണിൻ്റെ കാര്യത്തിൽ റിജക്റ്റ് ചെയ്തു. അങ്ങനെ പോകാൻ പറ്റില്ല എന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള മമ്മിയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുകയും ഇന്നലെ 11 മണിക്ക് എനിക്ക് വിസ എൻ്റെ കയ്യിൽ കിട്ടി. അതുപോലെ തന്നെ ഇന്നലെ തന്നെ ഞാൻ ടിക്കറ്റിന് അപ്ലൈ ചെയ്യുകയും ഇന്നലെ രാത്രി തന്നെ എനിക്ക് ടിക്കറ്റും കിട്ടി. ഈ വരുന്ന 25-ാം തീയതി ഞാൻ ലാറ്റ്വിയയിലേക്ക് പോവുകയാണ്. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങൾ ഉടമ്പടി പുതുക്കാൻ മാത്രമല്ല, ഇടയ്ക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ സാധിക്കുന്നത്ര സമയം പാലക്കാട് നിന്ന് ഞങ്ങൾ 2 പേരും കൂടി ഇവിടെ വരാറുണ്ട്. ഇവിടെ വന്നാൽ ഞങ്ങൾ ഓടിപ്പോകുന്ന ഒരു പ്രവണതയില്ല. വന്നിവിടെ ശാന്തമായിരിക്കും. റൂമെടുത്ത് ഇവിടെ താമസിച്ച് സാധിക്കുമെങ്കിൽ രാവിലത്തെ വിശുദ്ധ കുർബാനയും കണ്ട ശേഷം മാത്രമേ വീട്ടിലേക്ക് മടങ്ങിപ്പോകാറുള്ളൂ. അതുപോലെ തന്നെ
പത്രം എല്ലാ സ്ഥലങ്ങളിലും, ഓട്ടോ സ്റ്റാൻഡിലും, വെയിറ്റിംഗ് ഷെഡുകളിൽ, അതുപോലെ തന്നെ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ എൻ്റെ കുട്ടികളുടെ മാതാപിതാക്കൾക്ക്, അക്ഷരം വായിക്കാറായ കുട്ടികൾക്ക് വരെ ഞാൻ ഈ പത്രം കൊടുത്ത് അവരോട് പറയും, മക്കളെ ഈ അമ്മയോട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുമെന്ന്. അപ്പോൾ ഒരു ടീച്ചർ എന്നുള്ള നിലയിലായതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ ഇത് കൊണ്ടുപോകും. അവരുടെ ബാഗിൽ തന്നെ ചിലപ്പോൾ അത് വയ്ക്കും. ചിലപ്പോൾ അവരുടെ ബാഗിൽ നിന്ന് എടുത്തിട്ട് അമ്മമാർ വിളിക്കാറുണ്ട്, ടീച്ചറെ എന്താണ് കുട്ടിയുടെ കയ്യിൽ ഈ പത്രമെന്ന്. അപ്പോഴെനിക്ക് വാതോരാതെ സംസാരിക്കാനുള്ള സാഹചര്യമായി. പിന്നെ ഞാൻ നിർത്തില്ല, അവർ ഫോൺ കട്ട് ചെയ്യണം, അതുവരെ ഞാൻ സംസാരിക്കും. അങ്ങനെ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ നിന്ന് ഒത്തിരി പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാനും അതുപോലെ പരിശുദ്ധ അമ്മയുടെ പത്രം ചോദിച്ചു വാങ്ങുവാനുമുള്ള ചില അവസരങ്ങൾ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നെ എല്ലാ 15 ദിവസം കൂടുമ്പോഴും ഞാനും എൻ്റെ മോനും ഒന്നിച്ചായിരിക്കും കുമ്പസാരിക്കാൻ പോകുന്നതും കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നത്. അനാഥാലയത്തിൽ മാസത്തിലൊന്നെങ്കിലും അനാഥാലയത്തിൽ ഭക്ഷണം കൊടുക്കുകയും പറ്റുന്ന പോലെ ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഉള്ള സാമ്പത്തിക സഹായം അർഹതപ്പെട്ടവർക്ക് കൊടുക്കുകയും ചെയ്യും. അതിലുപരി പഠിക്കാൻ മോശമായിരിക്കുന്ന കുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് യാതൊരു പ്രതിഫലവും കൂടാതെ പറഞ്ഞു കൊടുക്കുകയും ബുക്കും പുസ്തകങ്ങൾ ഒക്കെ കൊടുത്ത് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് തന്നതായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ എല്ലാ നിയോഗങ്ങളെയും ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 36-ാം അധ്യായം 26-ാം തിരുവചനം. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം ഞാൻ നിങ്ങളിൽ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസല ഹൃദയം നമുക്ക് നൽകും. എസെക്കിയേൽ പ്രവാചകൻ്റെ ഒരു വലിയ വാഗ്ദാനമാണ് ഈശോ നമുക്ക് നിറവേറ്റി നൽകിയിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച ഈ അമ്മയുടെയും മകൻ്റെയും ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇവിടെ ഏറ്റുപറഞ്ഞത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളെയും എടുത്തു മാറ്റി നമുക്കൊരു നല്ല ഹൃദയം നൽകുന്ന ഒരു ഈശോയുടെ ഹൃദയത്തിന് ഒത്തതാക്കുന്ന ഒരു നല്ല ഈശോ നമുക്കുണ്ടെന്നാണ് പരിശുദ്ധ അമ്മ നമ്മെ ഓരോ ഉടമ്പടി ജീവിതത്തിലും നമ്മെ ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും കൈപിടിച്ച് നടത്തുകയും ചെയ്യുന്നത്. ഇവിടെ മോളി എന്ന അമ്മ മകൻ ക്രിസ്റ്റോയ്ക്ക് വേണ്ടി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ മകനൊരു നല്ല പ്രചോദനം നൽകി. ഇന്ന് ഈ കുടുംബം മുഴുവൻ 3 മക്കളും അമ്മയും ഉടമ്പടിയിലാണ് എന്നാണ് ഒരു വലിയ സന്തോഷമുള്ള ഒരു കാര്യം. ഈ അമ്മയ്ക്ക് ആ വിശ്വാസ കൈമാറ്റം നടത്താൻ സാധിച്ചു എന്നതിൽ വളരെ സന്തോഷം തോന്നുന്നൊരവസ്ഥയാണ്. ജോസഫ് അച്ഛൻ പലപ്പോഴും സങ്കടത്തോടുകൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ക്രൈസ്തവർ വിശ്വാസ കൈമാറ്റം ചെയ്യുന്നതിൽ ഒട്ടും പിന്നോക്കം പോകരുതെന്ന് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും മാതാപിതാക്കൾ മാത്രം ഉടമ്പടിയെടുത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നാം കണ്ടുവരുന്നുണ്ട്. അതിൽ കവിഞ്ഞ് ഈ കുടുംബം എപ്പോഴും ഉടമ്പടിയിലായി പരിശുദ്ധ അമ്മയോടും ഈശോയോടും എപ്പോഴും നന്ദി പറഞ്ഞ് ജീവിക്കുന്ന ഒരു വലിയ സന്തോഷകരമായ ഉടമ്പടി ജീവിതം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയ ഒരമ്മയാണ് ഇവരുടെ എല്ലാ കാര്യങ്ങളും. ഇവർക്ക് കൃത്യസമയത്ത് ഇവൾ വളരെ വേദനിച്ചിരിക്കുമ്പോഴും ഈ മകൻ്റെ എല്ലാ അയോഗ്യതകളെയും മാറ്റി നമുക്ക് അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള ഒരു വലിയ തിയറിയാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നമ്മുടെ എല്ലാ അയോഗ്യതകളെയും മാറ്റി നിർത്തി പരിശുദ്ധ അമ്മ ഈശോയുടെ കൃപയാൽ നിറച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ മുൻപേ പോയി നടത്തി തരുന്ന ഒരു വലിയ ജീവിത സാക്ഷ്യമാണിത്. ഇവരുടെ എല്ലാ പ്രാർത്ഥനകളും വളരെ ത്യാഗത്തോടു കൂടിയാണ് മക്കൾക്ക് വേണ്ടി ചെയ്തിരുന്നത്. ഈ അമ്മ പറയുകയായിരുന്നു, ഞാൻ ചരലിൽ മുട്ടുകുത്തിക്കൊണ്ടാണ് പ്രാർത്ഥിച്ച് വളരെ വിഷമത്തോടുകൂടി പക്ഷേ പ്രത്യാശയോടുകൂടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നതെല്ലാം വളരെ ജപമാല ഉപയോഗിച്ച് ഉരുവിട്ടുകൊണ്ടാണ് ഓരോ മണികളും ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അച്ഛൻ പറയാറുണ്ട്, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രമാത്രമുണ്ടോ നമ്മുടെ ഉടമ്പടി അത്ര വേഗം കത്തിപ്പിടിക്കുമെന്ന് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ മകൻ ഇന്ന് വളരെ സന്തോഷത്തോടുകൂടി യൂറോപ്പിലേക്ക് പോകാൻ MBA പഠിക്കുവാനായി ഈശോ വലിയ കൃപ നൽകിയിരിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ പഠിക്കുന്ന എല്ലാ മക്കളെയും, വിസ തടസ്സമുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ കുടുംബ ബന്ധങ്ങളും എപ്പോഴും വിശുദ്ധമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ
ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.